സിനിമാ താരങ്ങളുടെ രഹസ്യ വിവാഹങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് നടി മല്ലിക സുകുമാരൻ. നടൻ സുകുമാരനെയായിരുന്നു മല്ലിക സുകുമാരൻ വിവാഹം കഴിച്ചത്. മല്ലികയുടെ രണ്ടാം വിവാഹമായിരുന്നു സുകുമാരനോടൊപ്പം ഉള്ളത്. ആദ്യം നടൻ ജഗദീഷ് ശ്രീകുമാരനെയാണ് മല്ലിക സ്നേഹിച്ച് വിവാഹം കഴിച്ചത്. പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഇരുവരും പിരിയുകയുണ്ടായി. ആ ഒരു സമയത്താണ് അന്തരിച്ച നടൻ സുകുമാരൻ മല്ലികയെ വിവാഹം ആലോചിക്കുന്നതും കല്യാണം കഴിക്കുന്നതുമൊക്കെ. ഈ ഒരു ബന്ധത്തിൽ മലയാള സിനിമയിലെ താരങ്ങളായ ഇന്ദ്രജിത്തും പൃഥ്വിരാജും ജനിച്ചു. എന്റെയും സുകുവേട്ടിന്റെയും കല്യാണം കഴിഞ്ഞ കാര്യം 3 ആഴ്ചയോളം കഴിഞ്ഞിട്ടാണ് എല്ലാവരും അറിയുന്നത് എന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. അതുപോലെ തന്നെ വിവാഹിതരായ നിരവധി താരങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടെന്നുകൂടി മല്ലിക സുകുമാരൻ പറയുന്നുണ്ട്. നടൻ ജയറാമും പാർവതിയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചും ബിജു മേനോൻ സംയുക്ത വർമ്മ വിവാഹത്തെക്കുറിച്ചുമൊക്കെയാണ് മലയാളത്തിലെ ഒരു വാർത്താ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലൂടെ നടി പറഞ്ഞിരിക്കുന്നത്. പാർവതിയുടെ അമ്മ എനിക്ക് അറിയാവുന്നതാണ്. എന്റെ വല്യമ്മയും പാർവതിയുടെ അമ്മയും ഒരുമിച്ച് ജോലി ചെയ്തിട്ടുള്ളവരാണ്. അങ്ങനെ പാർവതിയും ജയറാമും ഒരുമിച്ച് സിനിമയിൽ അഭിനയിച്ച് പ്രണയിച്ച് വിവാഹിതരായവരാണല്ലോ. അവരുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നാളുകൾ കഴിഞ്ഞാണ് ജയറാമും പാർവതിയും കല്യാണം കഴിച്ചുവെന്ന് താൻ അറിയുന്നത് പോലുമെന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. അതുപോലെ തന്നെയാണ് ബിജു മേനോനെ കുറിച്ചും മല്ലിക സുകുമാരൻ പറയുന്നത്. ബിജു മേനോനെ കണ്ടാൽ പ്രേമിച്ച് കല്യാണം കഴിക്കുമെന്ന് ആരെങ്കിലും പറയുമോ എന്നാണ് മല്ലിക സുകുമാരൻ ചോദിക്കുന്നത്. ബിജു മേനോൻ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടന്മാരിൽ ഒരാളാണെന്നും ഇക്കാര്യം ഞാൻ എന്റെ മകനോട് പറയാറുണ്ടെന്നും നടി പറയുന്നുണ്ട്. അവർ തമ്മിലുള്ള കോമ്പിനേഷനും എനിക്ക് ഇഷ്ടമാണെന്നും മല്ലിക സുകുമാരൻ പറയുന്നുണ്ട്. മല്ലിക സുകുമാരന്റെ ഇളയ മകൻ പൃഥ്വിരാജും ബിജു മേനോനും നിരവധി ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇവരുടെ ഈ ഒരു കോംബോ പ്രേക്ഷകർക്കും വലിയ ഇഷ്ടം തന്നെയാണ്. ബിജു മേനോനും സംയുക്ത വർമ്മയും വിവാഹം കഴിച്ചുവെന്ന് ആരോ തന്നോട് പറഞ്ഞപ്പോൾ താൻ അയ്യോ അതെപ്പോൾ എന്ന് ചോദിക്കുകയാണ് ചെയ്തതെന്നും മല്ലിക സുകുമാരൻ പറയുന്നുണ്ട്. അധികം ആരെയും അറിയിക്കാതെയായിരുന്നല്ലോ അവരുടെ വിവാഹം നടന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി നടി ലെനയുടെ വിവാഹ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടും മല്ലിക സുകുമാരൻ പറയുന്നത്. ജനുവരിയിൽ വിവാഹം കഴിച്ച ആളാണ് ലെന. എന്നാൽ പക്ഷേ ലെന വിവാഹം കഴിച്ചത് എല്ലാവരും അറിയുന്നത് മാർച്ചിലാണ്. ഇതിനിടയിൽ നടൻ സുകുമാരനുമായിട്ടുള്ള തന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് മല്ലിക തുറന്ന് സംസാരിക്കുന്നുണ്ട്. വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ വിവാഹിതരായതെങ്കിലും ഇക്കാര്യം പുറം ലോകവുമായി ആദ്യമൊന്നും പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല. 3 ആഴ്ചയ്ക്ക് ശേഷം മാത്രമാണ് ഇക്കാര്യം ഞങ്ങൾ പുറം ലോകവുമായി വെളിപ്പെടുത്തുന്നത്. അന്ന് സുകുമാരൻ 2-3 ആഴ്ച വിവാഹകാര്യം മറച്ചു വെച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർ 2-3 മാസങ്ങളോളമാണ് വിവാഹകാര്യം മറച്ചു വെക്കുന്നത്. അതാണ് വ്യത്യാസമെന്നും മല്ലിക സുകുമാരൻ പറയുകയാണ്. ഇതൊക്കെ സർവ്വസാധാരണമാണല്ലോ. രണ്ടുപേർ തമ്മിൽ ഇഷ്ടപ്പെട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുവാൻ കുറച്ചു കൂടുതൽ സമയം വേണം. പഴയതുപോലെയല്ല ഇപ്പോൾ. പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്നു സംസാരിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പുതിയ തലമുറയോട് പറയുവാനുള്ളത് അമ്മമാർ മക്കളെ വീട്ടിലിരുന്ന് നോക്കുന്നത് പോലെയാണ് അവരുടെ അടിത്തറ ശക്തമാകുന്നത്. സംയുക്ത വർമ്മയെ പോലെയുള്ള ആർട്ടിസ്റ്റുകൾ സിനിമയെല്ലാം ഉപേക്ഷിച്ച് വീട്ടിലിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്നും മല്ലിക സുകുമാരൻ പറയുന്നുണ്ട്. കാരണം എന്തെന്നാൽ ഒരു കുഞ്ഞിന്റെ ഭാവി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് നടി പാർവതിയും. എത്ര നല്ല അഭിനേത്രിയായിരുന്നു പാർവതി. പാർവതിക്ക് ഇനിയും അഭിനയിക്കുവാൻ പോകാൻ കഴിയും. മക്കളൊക്കെ അത്രയും വളർന്നിട്ടുണ്ടല്ലോ. എന്നിരുന്നാലും നടിമാരുടെയൊക്കെ മനസ്സിൽ എന്നും കുഞ്ഞുങ്ങളല്ലേ നല്ല രീതിയിൽ വളർത്തണമെന്നുള്ളതാണെന്നും മല്ലിക സുകുമാരൻ പറയുന്നുണ്ട്. ദാമ്പത്യത്തിൽ എല്ലാം വേണം. അതിനൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ വിട്ടുവീഴ്ച കാണിക്കുവാൻ പാടില്ല. ഓടി നടക്കുന്ന അച്ഛന്മാർ തന്നെ കുട്ടികളുടെ കാര്യം നോക്കണമെന്ന് പറയുന്നതും തനിക്ക് ശരിയായി തോന്നുന്നില്ല എന്നും മല്ലിക സുകുമാരൻ പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.